ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും. പക്ഷേ ഒരു റബ്ബർ പന്തുപോലെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ. അല്ല, എൻ്റെ ഭാഗത്ത് എതിർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്തോ ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടുചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തന്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണം കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിപ്പ്മാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓവോ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാ അമ്മേ. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്. എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നതെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താൻ ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല, അമ്മ വീണ് കാലൊടിഞ്ഞു കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ താൻ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്യണം. ഇത് എന്തൊരു ശല്യാണ് ഈശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി. മമ്മി എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കെ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഞാൻ പറയുക? അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടറുകൾ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്. കുറച്ച് നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാളെങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ. മമ്മി. ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ടീനമോൾ ഒരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. സമ്മതിച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്. പിടിച്ചു നിൽക്കണ്ടേ? ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടാന്ന് പറയുമ്പോൾ വേണം തോന്നും. മമ്മിക്ക് വിഷമാവില്ലേ? ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. 2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. ദൈവമേ, ബർഗർ പറയാൻ എന്തു പറ്റി? തല പൊളിയതുപോലെ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തല പൊളിയാതിരിക്കും? ചേച്ചി ഒരു തുണി നനച്ചെടുക്കും നെറ്റിയിലിടാൻ.
അപ്പൊ ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? അവിടെ ചേച്ചിയോട് പറഞ്ഞ പറയണ്ട. അതെടുക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്. ഇനി കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷാവും. അത് വേണ്ട. എന്നാ തുറന്നു വെച്ച് ബുക്കിംഗ് എടുത്ത് ഉറക്കം വരുന്നവരെ നോക്കാനാ. ഇതൊക്കെ ടീനമോള് വായിക്കുന്ന ബുക്കാണ്. ചിലതൊക്കെ. ഇതൊരു നല്ല നോവലാ, സാഡ് സൈപ്രസ്. ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. എന്ത് പൂച്ച? ചാക്കിലകപ്പെട്ട പൂച്ച. നല്ല ബെസ്റ്റ് പേര്. കഥയും നല്ലതാ. ഇന്നിപ്പോൾ കിടക്കണ്ടേ? വേണം നാളെ പറഞ്ഞുതരാം. നാളെ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? കോഴി ഓറായി. എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? ആ, അകത്തോട്ടെന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ട ആകാശ. ഈശോ. ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ. ആ കറക്റ്റ്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ. ഇഷ്ടം പോലെ പച്ചക്കറി അല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പം ഞാനും ടീനമോളും ഭയങ്കര ക്ലോസാണ്. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്കാണ് ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ 5-6 അടി നടക്കുകയൊക്കെ ചെയ്തു. ആഹാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചതിന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്കറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ. ആ കോമഡി നടൻ. അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലിൻ വിട്ടില്ല. പുള്ളി 3ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലിനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ? റിയൽ ജീനിയസ്. കോമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നു